ആ ഏട്ടൻ ഞങ്ങൾക്ക് ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരമില്ല പറയാൻ. ഇവക്ക് കല്യാണം ഞങ്ങളിവിടെ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ചെറുക്കന് പിന്നെ ഒരു മെന്റൽ ആയിട്ടുണ്ട്. എന്നെ അടിക്കണം, കൊല്ലണം, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. ഇളയ കുട്ടിയെ പ്രസവിച്ച എന്തോ 56-ല് ഒരു കപ്പൽ അപകടത്തിൽ മരിച്ചു. പശുമാങ്ങയും അതും ഇതൊക്കെ പറിച്ച് വാറ്റിച്ചാരായം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊരു 3-4 വിട്ടു കല്യാണത്തിന്റെ തലേദിവസം. അപ്പൊ ചേച്ചി കോട്ടയത്ത് നിന്ന് പോകുന്നത് കല്യാണമായിട്ടാണെന്ന് പറഞ്ഞു. കല്യാണത്തിലേക്ക് എങ്ങനെയാണ് എത്തിയത്? അപ്പൊ കല്യാണത്തിലോട്ട് എത്തിയത് ഏട്ടൻ ഈ ബസ്സിൽ ഓടിച്ചോണ്ടിരിക്കുമ്പോ ഈ ഫാമിലിയുടെ കാര്യം പറഞ്ഞ് അവിടെ ചെന്ന് ഇതൊക്കെ കണ്ടു. സഹതാപം തോന്നിയിട്ട് ആ കല്യാണം നമ്മൾ സ്ത്രീധനോ അന്ന് ഉണ്ടല്ലോ, ഒരു ചെറിയ സ്ത്രീധനം പോലെയൊക്കെ ഉണ്ടല്ലോ. നമ്മളൊന്നും അമ്മയ്ക്കും ഇഷ്ടം ഉണ്ടായിരുന്നില്ല ഈ വിഭാഗത്തിനോട്. അമ്മ പോയി കണ്ടൊന്നുമില്ല, ഇളയച്ചനും ഒട്ടും ഇഷ്ടം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കണമെങ്കിൽ അത് നല്ലതെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, മോൻ്റെ നമ്മൾ വന്ന സ്ഥിതിയൊക്കെ ഇതാണ്, മോൻ്റെ ആഗ്രഹം നടക്കട്ടെ എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ ഏട്ടൻ ഒരു വാക്ക് കൊടുത്തു. എൻ്റെ ഇളയ സഹോദരിയെ ഇവിടുത്തെ മൂത്ത, അവർ 7 മക്കളാണ്, ഏറ്റവും മൂത്തതാണിത്. അവിടുത്തെ അച്ഛൻ ഇളയ കുട്ടിയെ പ്രസവിച്ച എന്തോ 56-ല് ഒരു കപ്പൽ അപകടത്തിൽ മരിച്ചു പോയതാണ്. അവര് നല്ല സാമ്പത്തികം സ്ഥിതിയിൽ ജീവിച്ചിരുന്നതാണ്. അതോടുകൂടി ഈ 6-7 മക്കളെയും ഏറ്റെടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അമ്മ അരി ഇടിച്ചും ഹോട്ടലിലൊക്കെ അരി ഇടിച്ചും പെറുക്കിയും നിന്നു. ഈ പെങ്ങളുടെ സഹോദരൻ ഒരു പള്ളിയിൽ പോയി അച്ഛന്മാരുടെ കീഴിൽ ജോലി ചെയ്താണ് ഈ 6 വളർത്തി. അമ്മ അരി ഇടിക്കാനൊക്കെ പോകുമായിരുന്നു. അങ്ങനെ നിന്ന് വളർന്നു നിന്നപ്പോഴാണ് ഈ പെങ്ങളുടെ കല്യാണമായിരുന്നു വന്നപ്പോൾ അവിടുന്ന് പോന്നു. ഇളയച്ചൻ്റെ കടയിൽ ജോലിക്ക് കയറി. അങ്ങനെ ഇതുങ്ങളെല്ലാം പോയി അവിടെ കിടന്ന് കഷ്ടപ്പെടുകയായിരുന്നു. കുഞ്ഞുങ്ങൾ പഠിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏട്ടൻ അന്ന് അവർക്കൊരു വാക്ക് കൊടുത്തു, എൻ്റെ സഹോദരിയായി മൂത്ത ആൾക്ക് തരാം. ഇത് നമ്മളാരും അറിയുന്നില്ല. ഞാൻ കോട്ടയത്താണ്, ഞാൻ കോട്ടയത്ത് ജോലി ചെയ്യാൻ. ഞാൻ ഇങ്ങനെ പാറി നടക്കുകയാണ് വണ്ടിയിലും റബ്ബർ തോട്ടത്തിലും ഗ്രാമ്പൂ തോട്ടത്തിലും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ബാല്യം ഭയങ്കര കഷ്ടതകളൊക്കെ ആയിരുന്നെങ്കിലും കോട്ടയത്തേക്ക് പോയപ്പോൾ പണിയെടുത്താൽ മതിയായിരുന്നു, സന്തോഷമായിരുന്നു ചേച്ചിക്കത്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് പറയണത് ഞാൻ പറഞ്ഞില്ലേ, ലീജൻ വർക്കിന് പോണതായിരുന്നു അവിടുത്തെ അമ്മച്ചി. ഈ പാവപ്പെട്ട രോഗി ആരുമില്ലാത്ത അനാഥകളുടെ ഒരു ഇതായിരുന്നു. അപ്പൊ അവിടെ പോവുക, അവരുടെയൊക്കെ ബെഡ്ഷീറ്റ് മാറി കൊടുക്കുക, അവരെ ഒന്ന് കുളിപ്പിക്കുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ. എന്താന്ന് വെച്ചാൽ നമ്മള് ഒന്നുമില്ലാത്ത സാഹചര്യത്തിൽ വളർന്നു വന്നത് കൊണ്ട്, ഞാൻ പറയല്ലേ, പിണ്ണാക്കും കപ്പയൊക്കെ തിന്ന് വളർന്നത് കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും. അതൊരു സന്തോഷമായിരുന്നു. അപ്പൊ അങ്ങനെ നിന്നപ്പോഴാണ് ഇവര് കല്യാണം ഉറപ്പിക്കുന്നത്. അപ്പോഴാണ് ഈ മറ്റേ ജീപ്പൊക്കെ ഓടിക്കുന്ന പയ്യനുമായിട്ടുള്ള ഒരിത് എന്ന് വെച്ചാൽ എൻ്റെ ഒരു മൂത്ത സഹോദരൻ അവരുമായിട്ട് നിന്നാണ് അമ്മച്ചിയോടും അപ്പച്ചനോടും വന്നിട്ട് എൻ്റെ ഏട്ടൻ പറയുന്നത് കല്യാണമാണെന്ന്, ഏട്ടൻ്റെ കല്യാണമാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ കല്യാണത്തിന് പോകുന്നു. കല്യാണത്തിന് പോന്നിട്ട് ഇവർക്ക് ആരൊക്കെ ഉണ്ടെന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കില്ലല്ലോ. കഴിഞ്ഞു ഒരാഴ്ച വീട്ടിൽ 2 ദിവസം 3 ദിവസം ഞാൻ നിന്നിട്ടുള്ളൂ. ഞാൻ വീണ്ടും കോട്ടയത്തോട്ട് പോയി. അങ്ങനെ നിന്ന് കുറച്ച് കഴിയുമ്പോൾ ഏട്ടൻ ഒരു കുട്ടിയായതിന് ശേഷം ആണ് തിരിച്ച് വീട്ടിൽ വന്നത്. കോട്ടയത്തോട്ട് ചേട്ടൻ വന്നത് എൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടാണ്, ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ്. അപ്പൊ അമ്മച്ചിയോടും ചേട്ടനോടും ചാച്ചനോടൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു, ആരുടെ കല്യാണം? ഇവക്ക് കല്യാണം ഞങ്ങൾ ഇവിടെ ഉറപ്പിച്ചിട്ടുണ്ടെന്ന്. അവരപ്പോ മോളെ പോലെ ചേച്ചി ഏറ്റെടുത്തിട്ടുണ്ട്. ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ അവരുടെ തോട്ടത്തിൽ പണിയെടുക്കുന്ന പയ്യനുമായിട്ട് ഇവര് കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കും. അപ്പൊ ഉമ്മക്ക് ഇതൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മച്ചി ചേട്ടനോട് വന്നപ്പോ ഏട്ടൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മോനെ ഇന്ന പോലെ അമ്മച്ചി നമ്മളെ ആരുമായിട്ട് എനിക്കറിയില്ല ഏട്ടാന്ന് പറഞ്ഞു. അവളാണ് ഇവൻ ഈ മരുന്നടിയും കഴിഞ്ഞ് ജീപ്പിന് ഇങ്ങോട്ട് വരുന്നത്. അപ്പൊ പറഞ്ഞു, ഈ കുട്ടിയായിട്ടാണ് കല്യാണം ഉറപ്പിച്ചു വെച്ചേക്കണത് എൻ്റെ അങ്ങളോട് പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞപ്പോ ഇവൻ ഈ പയ്യൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അവൻ അങ്ങോട്ട് പോയി കുളിയൊരു ഇതെല്ലാം കഴിഞ്ഞ്. അപ്പൊ ഏട്ടൻ പറഞ്ഞ് എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, മോൻ്റെ അഭിപ്രായം എന്താണെന്ന്.
ഞാൻ പറഞ്ഞു എനിക്ക് അവനെയൊന്നും വേണ്ട, എൻ്റെ ഏട്ടനാണ് അവൻ, എൻ്റെ കല്യാണത്തിന് അവൻ വന്നോളൂ. എനിക്ക് അവൻ മേടിച്ചു തന്ന സാധനങ്ങൾ കൊണ്ടുവന്ന് എൻ്റെ ആങ്ങളെ സന്തോഷമായിട്ട് കാണിക്കുകയാണ് ഞാൻ. വള, മാല, ചെരുപ്പ്, ഇതൊക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. അവനെനിക്ക് ഇന്നതൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട് ഏട്ടാ, എൻ്റെ സഹോദരനാണ്. ഏട്ടൻ എവിടെ കല്യാണം ഉറപ്പിച്ചതെന്ന് ചോദിച്ചു. അതൊക്കെ ഉണ്ടടാ എന്ന് പറഞ്ഞിട്ട് എന്നെ കെട്ടി ഇങ്ങനെ എൻ്റെ ആങ്ങളെ പിടിച്ച് എൻ്റെ നെറ്റിയിൽ ഉമ്മയൊക്കെ തന്നിട്ട് എന്നാൽ ഏട്ടൻ പോട്ടെ എന്ന് ചോദിച്ചു. ആ ശരി ഏട്ടൻ പോരോ, ഞാൻ വന്നോളാം. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മച്ചി പറയുന്നത് കാര്യങ്ങൾ. ആ ചെറുക്കന് പിന്നെ ഒരു മെന്റൽ ആയിട്ടാണ് എന്നെ അടിക്കണം, കൊല്ലണം, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. അപ്പോൾ ഇവര് ഒറ്റയ്ക്ക് എന്നെ നിർത്തിയിട്ട് അമ്മച്ചി ലീജൻ വർക്കിനോ ഒന്നിനും പോകില്ല. പിള്ളേരൊക്കെ പഠിക്കാനും അതിന് പോകും, ചേട്ടൻ കോളേജിൽ പോകും. അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു ദിവസം ഇവൻ വണ്ടിയായിട്ട് വരികയാണ് ജീപ്പിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു വടി നമുക്കൊന്ന് കറങ്ങാമെന്ന് പറഞ്ഞു. നമ്മളിപ്പോൾ വേറെ ഒന്നും ചിന്തിക്കണില്ല. അങ്ങനെ കൊണ്ടുപോയിട്ട് ഇവൻ എന്നെ കൊല്ലാൻ ശ്രമിച്ചതാണ്. ജീപ്പ് നിന്നെ കൊല്ലും എന്നാണ്. അങ്ങനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എന്താണ് ചെയ്തതെന്ന് എനിക്കറിയില്ല. എൻ്റെ കാല് ബ്രേക്കിൽ കിട്ടുന്നു. വണ്ടി ചെന്നിട്ട് ഈ തിട്ടായിട്ടാണ് കോട്ടയത്ത് മട ആ മടയിൽ ചെന്ന് ഇടിച്ചിട്ട് ഈ വണ്ടി നിൽക്കുന്നു. ഞാൻ വേഗം ചാടി ഇറങ്ങി, കയ്യും കാലൊക്കെ പൊട്ടി വീട്ടിൽ പോയി ഉള്ളിൽ കയറി ഡോറിന് കുറ്റിയിട്ടിട്ടാണ് എനിക്ക് പോയത്. വന്നിട്ട് ഒത്തിരി ഇതൊക്കെ ഞാൻ ഇന്ന് വരെ എൻ്റെ വീട്ടിൽ ഇത് പറഞ്ഞിട്ടില്ല. ഇത് ആദ്യമായിട്ട് പുറത്ത് വരുന്നത് സർക്കിലൂടെയാണ്. അതാണ്, ഞാൻ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. അമ്മച്ചി ഒക്കെ വന്നപ്പോൾ പറഞ്ഞു അവന് താങ്ങാൻ പറ്റില്ല മോനെ, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, നിനക്ക് ആരുമില്ല, നിങ്ങളുടെ വീട്ടിലെ സാഹചര്യം മോശം, അതുകൊണ്ട് അവന് നമ്മൾ തോട്ടത്തിൽ തന്നെ കുറച്ച് സ്ഥലം കൊടുത്ത് വീടുണ്ടാക്കി കൊടുക്കാന്നുള്ള ഒരു മൈൻഡായിരുന്നു. നിനക്ക് ഗ്രാമ്പൂവിൻ്റെ ഇല അടിച്ചു പാരിയാലും നിനക്ക് ജീവിക്കാം, അവൻ ഇട്ടിട്ട് പോയാലും എന്നുള്ള ഒരു. പിന്നെ എനിക്ക് അവിടെ കോട്ടയത്ത് നിൽക്കാൻ മനസ്സ് വന്നില്ല. എന്താന്ന് വെച്ചാൽ പിന്നെ എന്നെ കൊല്ലും. കല്യാണത്തിന് 3 ദിവസമുള്ളപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിൽ വരുന്നത്. 3 ദിവസമുള്ളപ്പോൾ വീട്ടിൽ അപ്പോഴും അറിഞ്ഞിട്ടില്ല ആരാണ് ചെക്കൻ ഒന്നും? ഇല്ല, അറിഞ്ഞിട്ടില്ല, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. റൗഡി രാജമ്മയായിരുന്നെങ്കിലും ഈ കാര്യങ്ങളിലൊക്കെ വീട്ടുകാർക്ക് വിട്ടുകൊടുത്തു, എല്ലാം വിട്ടുകൊടുത്തു. എന്ന് വെച്ചാൽ എന്നെ വളർത്തിയത് എൻ്റെ ഏട്ടനാണ്, എൻ്റെ അമ്മയാണ്. ഏട്ടനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ഈ പിണ്ണാക്കൊക്കെ തിന്ന് വരുമ്പോൾ അപ്പിയിട്ടാൽ പോലും നിലത്ത് വെക്കാണ്ട് നടത്തിയ ഒരു സഹോദരനാണ് ഞങ്ങൾ. ഒരിക്കലും ആ ഏട്ടൻ ഞങ്ങൾക്ക് ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് അതിന് ഉത്തരമില്ല പറയാൻ. ഇന്നും ഒരു ദിവസമെങ്കിലും വിളിക്കാണ്ട് എൻ്റെ ഏട്ടൻ ഇരിക്കില്ല. അവശതയായി, ഒന്നിനും ഒരു പ്രാപ്തിയില്ല. കടയുണ്ടായിരുന്നു, ബസ്സുണ്ടായിരുന്നു, അതൊക്കെ നാട്ടുകാർ തന്നെ കൊണ്ടുപോയി. ഒരു പിടിപ്പില്ലായ്മയിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ഫാമിലി. അങ്ങനെ അപ്പൊ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം അങ്ങനെ കഴിഞ്ഞു, പകുതി കഴിഞ്ഞു അവിടെ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞു. കല്യാണം എവിടെ വെച്ചാന്ന് ചോദിച്ചപ്പോ റെഡിയാകണില്ലേന്ന് ചോദിച്ചു. റെഡിയാകണില്ലേന്ന് ചോദിച്ചപ്പോ എവിടെ റെഡിയാകാൻ? അന്ന് എൻ്റെ പഴയ കൂട്ടുകാരൊരു തെമ്മാടിത്തരം കാണിച്ചു. അവർ ഈ കശുമാങ്ങയും അതും ഇതുമൊക്കെ പറിച്ച് വാറ്റിച്ചാരായം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതൊരു 3-4 എണ്ണം അങ്ങ് വിട്ടു. കല്യാണത്തിന് തലേ ദിവസം നമുക്ക് ശരിക്കും പറഞ്ഞ ചേച്ചി അന്ന് ജനിക്കേണ്ടതായിരുന്നില്ല, ഇന്ന് ജനിക്കേണ്ടതായിരുന്നു. ഒരു ന്യൂജനാണ്. 3 വിട്ടിട്ട് ഇങ്ങനെ നല്ല ഏട്ടൻ വന്നിട്ട് നെഞ്ചത്ത് അടിച്ചിട്ട് ചോദിച്ചു മോനെ എൻ്റെ അടി കഴിച്ച ചാരായം. അവളോട് പറഞ്ഞു ചാരായം ഏട്ടന് വേണോ ചാരായം. ഏട്ടൻ എന്നെ കൊണ്ടുപോയി കുളിപ്പിച്ച്, അത്രയും പ്രായമായിട്ടും എന്നെ കൊണ്ടുപോയി കുളിപ്പിച്ച് എടുത്ത് വണ്ടി വന്നു വൈക്കത്തോട്ട് കൊണ്ടുപോവാ. എവിടെ ഏട്ടാ? വൈക്കത്ത് അമ്പലത്തിലെ കല്യാണത്തിന് പോവാണ്. നമ്മൾ എന്ത് ചെയ്താലും നമുക്കത് മറയില്ല. ഒരു രഹസ്യം എനിക്ക് അന്നുമില്ല ഇന്നുമില്ല. ഞാൻ എന്തുണ്ടെങ്കിലും അതാണ് എന്നെ ആർക്കും. ഈ റബ്ഡിന്ന് വിളിക്കുന്നതും ഇതാണ് വിളിക്കണം. എന്താടീന്ന് ചോദിച്ചാൽ ഒരു 10 കാഴ്ചയോട് ഞാൻ മുന്നോട്ട് പോകും. അവൻ എന്തിനാ എന്നെ എടീന്ന് വിളിച്ചത്? തിരിച്ചു വരും. വന്നിട്ട് വൈക്കത്ത് ചെന്ന് തൊടുകൊണ്ട് നിൽക്കുക. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും കോട്ടയത്തു നിന്നൊക്കെ കുറേ പേര് വന്നിട്ടുണ്ട്. കോട്ടയത്തുള്ളവർക്കൊക്കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവിടുത്തെ പറമ്പിൽ പണിക്ക് വന്നവരൊക്കെ അവർ വന്നിട്ട് പറഞ്ഞു എടി ചെറുക്കനും പാർട്ടിയും വന്നിട്ടുണ്ടെന്ന്. ചെറുക്കനും പാർട്ടിയും? ആ ഞാൻ അങ്ങോട്ട് ഞങ്ങൾ തിരിഞ്ഞ് ഈ ചെറുക്കൻ്റെ നെഞ്ചിനോട്ട് ഒറ്റടി കല്യാണ ചെക്കനിട്ട് എനിക്കറിയത്തില്ലല്ലോ, നടയടിയായിരുന്നു. സോറി കേട്ടോ എന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് സാഹിബ് പറയുന്ന ഭാഷയാണ് കേട്ടോ എന്നും പറഞ്ഞു. അപ്പോഴും അഹങ്കാരം
കുറവില്ല. ഏയ് അതിലൊന്നും എനിക്ക് കുറവൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സോറി കേട്ടോ, അത് സായിപ്പ് പറയുന്ന ഭാഷയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അപ്പോൾ തൊഴുതൊക്കെ പോയി കല്യാണത്തിന് പോയി ഇരിക്കുമ്പോൾ ഈ മനുഷ്യൻ വന്ന് എൻ്റെ അരികിലിരിക്കുന്നു, ഇടി കൊണ്ട ആള്. ഇയാളെന്തിനാ ഇവിടെ നിന്നിങ്ങനെ, എൻ്റെ മണ്ഡപം മാറിപ്പോയോ, തലയ്ക്ക് വെളിവില്ലാത്ത അവസ്ഥയാണ്. ആ ഒരു ഇതുണ്ടല്ലോ തലയില ഇങ്ങനെ ഒരു വന്നിപ്പോൾ എനിക്ക് വേണേ ഈ സാധനം വലിച്ചു കയറ്റിയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ വന്നിട്ട് ഇതാടി ചെറുക്കനെന്ന്. അന്ന് എനിക്കൊരു ചെറിയൊരു ഫീലിങ്ങും പേടി തോന്നി. എന്താന്ന് വെച്ചാൽ നമ്മൾ എന്താണെങ്കിലും ആഷ്കാലം മുഴുവൻ ഇവരുടെ കൂടെ ജീവിക്കേണ്ട ഒരു വ്യക്തിയാണല്ലോ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അന്ന് എൻ്റെ മന്ത്രകോടി അഴിക്കാണ്ട് തന്നെ ഞാൻ അവരുടെ ബാത്റൂമിൽ പോയി നിന്ന് കരയാൻ തുടങ്ങിയിട്ട് ഇന്നും ആ കണ്ണീരിന് എനിക്ക് തോർന്നിട്ടില്ല.